ശരിക്കും ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും, ജീവിതശൈലി രോഗങ്ങൾക്ക് മാത്രമല്ല, നമുക്കറിയാം നമ്മൾ കോവിഡ് വന്നത് ഒരു ഇൻഫെക്ഷനാണ്. അത് പടരുന്ന മറ്റുള്ളവരിലേക്ക് പടരുന്ന ഒരു രോഗമാണ്. അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ചെയ്തത് എന്താ? അവിടെ ജീവിതശൈലിയിലാണ് നമ്മൾ മാസ്ക് വെച്ച് കൈ കഴുകി, ഇതെല്ലാം ജീവിതശൈലിയിലെ ചേഞ്ചസ് ആണ് നമ്മൾ അന്നും വരുത്താൻ നോക്കിയത്. ഈവൻ ഇൻഫെക്ഷൻസിന് പോലും ജീവിതശൈലി ചേഞ്ചസും ജീവിതശൈലി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ജീവിതശൈലി രോഗം മാത്രമായിട്ടുള്ള ഒരു കാര്യത്തിന് ജീവിതശൈലി കറക്റ്റ് ചെയ്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് നമ്മൾ ചികിത്സ എന്തോ നോക്കിയാലും ഒരു കാര്യമില്ല, ഒരു ചികിത്സയില്ല. ജീവിതശൈലി ഇപ്പം ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് നമ്മളത് ട്രീറ്റ് ചെയ്യാതിരുന്നാൽ അതിൻ്റെ കൂടെ അയാൾ ഡെഫിനറ്റ്ലി ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിരിക്കും. അപ്പത്തെ തടി ബോഡിയിലെ കൊഴുപ്പിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ ബോഡിയിലെ കൊഴുപ്പിന്റെ അളവ് കൂടുതലാകുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ രക്തക്കുഴലിലും കൂടെ കൊഴുപ്പടിയാൻ തുടങ്ങും. അപ്പം ആത്രോസ്ക്ലെറോസിസ് വന്ന് പ്രഷറിലേക്ക് പോകും. അതുപോലെ ഹാർട്ട് ഡിസീസിലേക്ക് പോകും. നമ്മുടെ രക്തക്കുഴലുകൾക്കാണ്. കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരും. കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ലെന്നാവും. അങ്ങനെ ഷുഗർ കൂടാൻ തുടങ്ങും. ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. ശരീരത്തിലെ കൊഴുപ്പ് കൂടി. അപ്പൊ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ നോക്കും. കാരണം ഈ ഇൻസുലിൻ ചെയ്തിട്ടും അതിനും ഒരു ഇഫക്റ്റീവ്നെസ് ഇല്ലാതെ ഇൻസുലിൻ വർക്ക് ചെയ്യാതാവുന്നതനുസരിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് വരും. അതിന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മരുന്നുകൾ കഴിക്കാൻ തുടങ്ങും. അപ്പൊ ആ മരുന്നും കൂടെ നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് മരുന്നുകൾ കഴിച്ചുകൊണ്ട് നമ്മൾ ഡിസീസ് പതുക്കെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്ന് ഗ്രേഡ് 1, ഗ്രേഡ് 2 ആകും, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആകും, 4 ആകും. പതുക്കെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വന്ന് അപ്പം പറയും നമ്മളൊരു എൻഡോസ്കോപ്പി നോക്കാന്ന് പറയും.